അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ചേട്ടൻ്റെ കണ്ണുകളിൽ നന്നായിട്ട് ഒരു പോലെ ഈ ഒരു ക്യാരക്ടറിൽ കണ്ണുകൾക്ക് ഭയങ്കര പ്രത്യേകത തോന്നുന്നു. അത് ഈ ക്യാരക്ടർ കേട്ടതിന് ശേഷം അല്ല, കണ്ണുകളിൽ അങ്ങനെ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ അത് നമ്മുടെ ഓരോ ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുന്ന സീക്വൻസ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹിച്ചൊക്കെ വന്നു പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, ഇതാണ് സീക്വൻസ്, ഇങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ് ദൈവാനുഗ്രഹിച്ചൊക്കെ. നന്നാവുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സന്തോഷം എന്ന് പറയുന്ന ഒരു മൂവി വളരെ അതെ സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വലിയൊരു അപ്പോൾ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രേക്ഷകർക്ക് സിനിമ. എന്താണ് അങ്ങനെ അത് തിയേറ്റർ റെസ്പോൺസ് കിട്ടുക? അല്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ട്. അതിൻ്റെ പല കാരണങ്ങളാവാം. ഒരുപക്ഷെ അത്രയധികം വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ജനങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്നത്. അത് പിന്നീട് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നൊരു 1.25 കോടിയോളം പേരാണ് യൂട്യൂബിൽ ഇപ്പം സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയറക്ടറുടെ അടുത്ത പടത്തിന് അതിൻ്റെ ഒരു വാല്യൂ അതിന് അടുത്ത പടത്തിന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഡയറക്ടറുടെ അജിത്ത് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം അടുത്ത പടത്തിൻ്റെ ആലോചനയിലൊക്കെയാണ്. അപ്പം അത് വരുമ്പം പ്രേക്ഷകർ കുറച്ചുകൂടെ അതിനൊരു ഇത് അംഗീകാരം കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടിന്യൂസ്ലി വരുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ്. കോമഡി, സീരിയസ്, അങ്ങനെ വയലൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലടോ? അല്ല, സിനിമ ഒരിക്കലും നമുക്കങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല, നമ്മളിലേക്ക് വരണം അല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് എനിക്കൊരു നല്ല ക്യാരക്ടർ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റില്ലല്ലോ. ഒരാളത് ഒരു റൈറ്റർ അത് എഴുതുമ്പം ഇത് ഷാജോണിനെ കൊണ്ട് ജയിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അത് തോന്നണം, അത് ഡയറക്ടറിന് തോന്നണം, അത് പ്രൊഡ്യൂസർ സമ്മതിക്കണം. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടായിരിക്കാം നമ്മളിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ ക്യാരക്ടർ വരണേ എന്നുള്ളതാണ് പ്രാർത്ഥന. അതല്ലാതെ ഞാനായിട്ടൊന്നും പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതല്ലത്. അതെല്ലാം ഇങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനെ വരുന്നതാണ്. അതെല്ലാം വരുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്കറിയാലോ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇല്ലില്ല, 2-3 പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 സംവിധായകർക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുത്ത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ ഒരു സിനിമ അടുത്ത് തരണം ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല്ലില്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ ആ സംവിധായകൻ നമ്മളോട് പറയുമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന സിനിമകളിൽ അഭിനയിക്കാതിരിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത ബ്രദേഴ്സ് ഡേയിൽ തന്നെ രാജു എന്നോട് നിർബന്ധിച്ചിരുന്നൊരു ക്യാരക്ടർ ചെയ്യണമെന്ന്. അപ്പം ഞാൻ രാജുവിനോട് കാര്യം നമുക്കത് രണ്ടും കൂടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ക്യാരക്ടറാണ് നസീർക്ക് ആ സിനിമയിൽ ചെയ്തത്, കോട്ടയം നസീർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സിനിമയല്ല, ഒന്നും പറയാൻ പറ്റില്ല, ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അല്ലല്ല, അമർ അക്ബർ ആൻ്റണിയിൽ അത് വെള്ളയും വെള്ളം ഇട്ടത് പുള്ളി ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ടാണ്. ഇതിൽ ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ശിവദാസൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അതുകൊണ്ടാണ് വെള്ളയും വെള്ളം. ഓക്കെ, ഇനിയിപ്പം ഔസേപ്പിൻ്റെ ഒസിത്ത് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് നമ്മുടെ വിജയരാമൻ ചേട്ടനും നമ്മുടെ ദിലീഷ് പോത്തനും ഞാനുമാണ്, ഞങ്ങൾ 3 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അതും ഈ മാർച്ചിൽ തന്നെയാണ് റിലീസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ളത് റേച്ചലാണ് റിലീസ് ചെയ്യാനുള്ള പടം. നമ്മുടെ ഹണി റോസ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്ന സിനിമയാണ് റേച്ചൽ. ഇത് രണ്ടുമാണ് ഇമ്മീഡിയറ്റ് റിലീസുള്ളത്. ഷൂട്ടിങ്ങിന് തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഒരു വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അത് കുറച്ച് വലിയ സിനിമയാണ്. അതെ, ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണത്. അപ്പോൾ അത് ഉടനെ തന്നെ അത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അല്ല, അതിൻ്റെ ബാക്കി അപ്ഡേഷനൊക്കെ അദ്ദേഹം തന്നെ തരുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ സിനിമയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഡിസ്കഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊരു ത്രില്ലർ മൂഡിലോടൊപ്പം ഇതുവരെ വിനീത് ചെയ്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും അത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണത്. ഞാൻ കേട്ടു. അപ്പോൾ അത് ഗംഭീരമാണെന്ന് വിശ്വസിക്കുന്നു. അല്ല, അതെല്ലാം വിനീത് തന്നെ പറയും. എൻ്റെ അറിവ് ഇതാണ്, ഞാനതിലുണ്ട്. അപ്പം അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ വിനീത് തന്നെ പറയും.
ഷൂട്ടിങ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. അതെ ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അവിടെ റീച്ചിൽ ഉടനെ റിലീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് എന്തോ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ എന്തോ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നു എന്നാണ്. എന്തോ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ അത് റെഡിയായെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ്. എല്ലാം ഗംഭീരമാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സിനിമകൾ അൾട്ടിമേറ്റായിട്ട് സിനിമ നന്നാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ പെർഫോമൻസിനൊരു സാധ്യത. തീർച്ചയായും ഹണിക്ക് വളരെയധികം അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു വേഷമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഹണി റോസിനെ റേച്ചലിലൂടെ കാണാൻ പറ്റും തീർച്ചയായിട്ടും. ഞാനും വെയിറ്റിംഗ് ആണ്. ഞാനും മമ്മൂക്കയെ കാണുമ്പോഴൊക്കെ പറയും കുറേ നാളായാലൊക്കെ ഷൈലോക്കിന് ശേഷം. പിന്നെ അപ്പോൾ എന്നോട് തന്നെ പറയും, നീ തന്നെ പറ ഈ കഴിഞ്ഞ സിനിമകളൊക്കെ എടുത്ത് നോക്കിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് വേഷമായിരുന്നു പറയും. ഞാൻ പറഞ്ഞു അതിലൊക്കെ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. നമുക്ക് പിടിക്കാം എന്ന് പറയും. നമ്മൾ വെയിറ്റിംഗ് അല്ലേ. ലാലേട്ടനും മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ്. അതെ, രാമലീലല്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് ബാന്ദ്രയല്ല. ഇല്ലില്ല. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ദിലീപേട്ടൻ്റെ സിനിമകൾ ഇങ്ങനെ പ്ലാനിങ് നടക്കുന്നല്ലേ ഉള്ളൂ. അപ്പം അതിലൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.